വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് സൺഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു ചെറിയ മീൽ പ്രപ്പ് ചെയ്യാമെന്ന്. ഒരു വെൽ പ്ലാൻഡ് മീൽ പ്രപ്പ് എന്ന് വേണേൽ പറയാം. ഞാൻ ഓൾറെഡി എഴുതി വെച്ചു എനിക്ക് ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പം അതൊക്കെ എഴുതി വെച്ചു. ഇനി അതിനുള്ള കഷ്ണങ്ങൾ മുറിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മീൽ പ്രപ്പ് തുടങ്ങാം. അതിൻ്റെ കൂടെ കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ദിസ് ഇസ് ബേസിക്കലി ഒരു മീൽ പ്രപ്പ് with how my Sunday looks. So welcome back to our channel. അപ്പോൾ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മളുടെ പണിയിലോട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന് എഴുതി വെച്ചിട്ടോ. പിന്നെ അവസാനമാകുമ്പോൾ അയ്യോ ഇതുണ്ടാക്കിയില്ല അതുണ്ടാക്കിയില്ല എന്നുള്ള കൺഫ്യൂഷൻ വേണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ ഏപ്രണൊക്കെ കെട്ടി എൻ്റെ വലിയ പലകയൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു അവസരങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത്രയും വലിയുള്ള വെജിറ്റബിൾ കട്ടിംഗ് പാഡ്. ആദ്യം എവിടുന്ന് തുടങ്ങണം എന്ന് എപ്പോഴും ഒരു ഡൗട്ടായിരിക്കും. ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഫ്ലോയിൽ അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം കോണൊക്കെ വേവിക്കാൻ വെച്ചു കേട്ടോ. എൻ്റെ ഒരു പ്ലാനിൽ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട്, എലിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഒരു ക്യാബേജ് തോരൻ, പിന്നെ ചിക്കൻ ബിരിയാണി, പനീർ ബട്ടർ മസാല, ഇതൊക്കെയാണ് എൻ്റെ ലിസ്റ്റിൽ. പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കാര്യമാണ് നമ്മളുടെ ദോശമാവ്. അത് പിന്നെ അതില്ലാണ്ടൊരു ജീവിതം ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് നമുക്ക്. എൻ്റെ ഈ മീൽ പ്രപ്പ് 2 മണിക്കൂർ കൊണ്ടൊന്നും തീരാറില്ല കേട്ടോ. ഒരു 4-5 മണിക്കൂർ എന്തായാലും എടുക്കലുണ്ട്. മീൽ പ്രപ്പ് ചെയ്യുമ്പോഴുള്ളൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ പാത്രങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ അതിനനുസരിച്ച് കുറേ പാത്രങ്ങൾ കഴുകാനും ഉണ്ടാവും. അപ്പം ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചാൽ ഞാനിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ അത് അതിൻ്റെതായ പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് പിന്നെ ആ പാത്രം കഴുകും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാസിൽ കുക്കായിക്കൊണ്ടിരിക്കുന്ന സമയം ഉണ്ടെങ്കിൽ ഞാൻ സൈമൾട്ടേനിയസ്ലി കുറച്ച് ക്ലീൻ ആക്കാൻ തുടങ്ങും. അപ്പം അവസാനമാകുമ്പം കുറേ പാത്രങ്ങൾ ഉള്ള പോലെ തോന്നില്ല. ഞാൻ മീൽ പ്രപ്പ് ചെയ്യാൻ തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ അഫ്കോഴ്സ് നമുക്ക് മീൽ പ്രപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ വീക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതൊരു കാരണമാണ്. പക്ഷെ അതല്ലാണ്ട് ഞാൻ എപ്പോൾ അടുക്കളയിൽ കയറിയാലും പിന്നെ പുറത്തിറങ്ങാൻ കുറേ നേരം എടുക്കും. അപ്പോൾ എൻ്റെ നവീൻ പറയുന്ന പോലെ ആവാഹിച്ചിട്ട് എന്നെ പുറത്തെടുക്കേണ്ടി വരും അടുക്കളയിൽ നിന്ന്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കുറക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ സൺഡേ കുറച്ച് അധിക നേരം അടുക്കളയിൽ നിന്ന് എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ ദിവസം അടുക്കളയിൽ കയറേണ്ട അത്രക്ക് ആവശ്യമില്ലല്ലോ. ആകെ ചൂടാക്കാനും ഇതിനൊക്കെ കയറേണ്ട ആവശ്യമുള്ളൂ. ഇതാണ് നമ്മളുടെ എലിശ്ശേരി മിക്സ്. ഇതിനി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മളുടെ പയറിൻ്റെയും മത്തൻ്റെയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ എലിശ്ശേരി കറി റെഡിയാവും. നമ്മളുടെ ക്യാബേജ് ഉപ്പേരി റെഡിയായി. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഞാൻ വിചാരിച്ച ഒരു ലിസ്റ്റിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞപ്പം ഒരു സമാധാനം കിട്ടി. പിന്നെ ഈ കിച്ചൺ വൃത്തിയാക്കൽ അതില്ലാണ്ടൊരു പരിപാടിയില്ല. അതിപ്പം ഞാൻ പറഞ്ഞ പോലെ സൈമൾട്ടേനിയസ്ലി ഞാൻ ക്ലീൻ ആക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവസാനം എല്ലാം കൂടി ക്ലീനാക്കി കാണുമ്പം ഒരു സുഖം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എത്ര ബിസി ആയാലും വൈകുന്നേരം പിന്നെ ദേവുവിൻ്റെ ടൈമാട്ടോ. അവളെയും കൊണ്ട് പാർക്ക് പോലെ അത് ശരിക്കും ഒരു റുട്ടീനായിട്ട് മാറിയിരിക്കുന്നു. സോ മൺഡേ ടു സൺഡേ ഒരു ബ്രേക്കും ഇല്ലാണ്ട് നമ്മൾ എപ്പോഴും പാർക്ക് പോകും. ആ സമയത്താണ് അവൾ പുറത്തിറങ്ങുന്നത്. ഒരു 6 മണിയാകുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 7 മണിക്ക് നമ്മൾ കയറുന്നല്ലോ. 1 മണിക്കൂർ അവൾ പാർക്കിൽ നിന്ന് എൻജോയ് ചെയ്യുക, ഇല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കുക, അങ്ങനെ. പിന്നെന്താ, തീർന്നില്ല നമ്മളുടെ പണി ഇനിയും കിടക്കല്ലേ. ഒരു ലോഡ് തുണികളുണ്ട് മടക്കി വെക്കാൻ. ഇഷ്ടമല്ലാത്ത 2 കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അതൊന്ന് പാത്രം കഴുകലും പിന്നെ ഒന്ന് തുണി മടക്കി വെക്കലും. ഇതിന് രണ്ടിനൊരു അവസാനം ഒരിക്കലും ഉണ്ടാവാറില്ല. പാത്രം പിന്നെയും ഞാൻ ക്ഷമിക്കും, പക്ഷെ തുണി അതൊരിക്കലും ഞാൻ മടക്കി വെക്കുന്നതിന് വീണ്ടും ആ തുണി വന്നിരിക്കും. പിന്നെ ഞാൻ അവസാനം വിചാരിക്കും എന്തിനീ മടക്കി വെക്കുന്നത്, എന്തായാലും എടുത്തിടാനല്ലേ എന്ന്. ആദ്യം ഞാൻ എല്ലാ ദിവസവും മടക്കി വെക്കായിരുന്നു. പിന്നെ അതൊരു 2 days ഗ്യാപ്പ് ഇട്ട് മടക്കി വെക്കലായി.
ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ഒരു 4 ദിവസത്തെ തുണിയാണ് ആ ബെഡിൽ കിടക്കുന്നത്. ഈ ബെഡ്റൂം ഫ്രീ ആയതുകൊണ്ട് ഞാൻ എല്ലാ തുണികളും അവിടെ ഇട്ട് മറന്നുപോകും. ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഓൾറെഡി എൻ്റെ ഒരു ഡേ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കും. ആ പ്ലാനിങ്ങിൽ ഉൾപ്പെട്ട കാര്യമായിരുന്നു മീൽ പ്രപ്പും അതിൻ്റെ കൂടെ എൻ്റെ തുണി മടക്കി വെക്കലും. പിന്നെ നാളെ എനിക്കും വാവക്കൊന്ന് പുറത്ത് പോകണം. അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് ഞാൻ റെഡിയാക്കി വെക്കുക. അതുകൂടാതെ നാളെ ദേവുവിനും സ്കൂളുണ്ട്. അപ്പോൾ അവളുടെ ഡ്രസ്സും ഒക്കെ ഒന്ന് ഇസ്തിരിയിട്ട് റെഡിയാക്കി സെറ്റാക്കി വെക്കുക. അപ്പോൾ പിന്നെ നാളെ ഞാൻ കുറച്ച് നേരത്തെ പോവും അവളെ കാട്ടും. അപ്പം നവീന് അവളൊന്ന് ഒരുക്കാൻ, ഡ്രസ്സ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ ഒന്ന് എടുത്ത് വെച്ച് സെറ്റാക്കി വെക്കും. സോ ഇൻ ഷോർട്ട്, ഇറ്റ് വാസ് എ വെരി ബിസി സൺഡേ. അപ്പോൾ അത്രയേ ഉള്ളൂ. If you like this video, please share, like and subscribe. Bye bye.